വൈദേഹി, എഴുന്നേക്ക് മോളെ. പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുക. പൊന്നുമോളെ, നിന്റെ അമ്മയൊന്ന് ഉണർത്ത്. നിന്നെ കൊല്ലാൻ നോക്കാണെന്നൊന്ന് പറഞ്ഞു കൊടുക്ക് മോളെ. ഒന്ന് പറ. വാ തുറന്ന് പറ മോളെ. വൈദേഹിയുടെ സ്കാനിംഗ് റിപ്പോർട്ട് വീണ്ടും അയച്ചിരിക്കുന്ന എന്തിനാ? ഫീറ്റൽ ഗ്രോത്ത് ഈസ് കംപ്ലീറ്റ്ലി നോർമൽ. അവളുടെ കുഞ്ഞിന് യാതൊരു വളർച്ചയില്ല. ഇതെന്താ? കുഞ്ഞിനൊരു കുഴപ്പമില്ലെന്നാണല്ലോ. പിന്നെന്തിനാ ഡോക്ടർ അങ്ങനെ പറഞ്ഞേ? റിപ്പോർട്ട്സിലുള്ളതൊന്നും തെറ്റല്ലല്ലോ ദേവ. വേണമെങ്കിൽ ഒന്ന് നോക്ക്. പക്ഷെ അത് വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല. അത് വൈദേഹിയുടെ ജീവൻ അപകടമാണ്. ഇതാ ഡോക്ടറെ കൊണ്ട് ആരോ കള്ളം പറയിച്ചതാ. അയ്യോ, വൈദേഹിക്ക് മെഡിസിൻ കയറാൻ തുടങ്ങിക്കാണുമല്ലോ. എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിനെ എനിക്ക് രക്ഷിച്ചേ മതിയാകൂ. അമ്മ എഴുന്നേൽപ്പിച്ച അപകടത്തെക്കുറിച്ച് ഒന്ന് പറ മോളെ. ഒന്ന് എഴുന്നേക്കുമ്പോളെ. എന്റെ ഭഗവാനെ, എല്ലാം കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്യണേ. കുഞ്ഞാവേ, നിന്റെ അമ്മയോടൊന്ന് പറ. നിന്നെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ കഴിയുമോളെ. മഹാദേവ, ഇത്രയേറെ വിഷപ്പാമ്പുകൾക്കിടയിൽ നിന്റെ വരപ്രസാദം പോലും ഫലിക്കുന്നില്ലല്ലോ. എനിക്കൊരു വഴി കാണിച്ചുതാ ഭഗവാനെ, കാണിച്ചുതാ. എന്റെ വംശത്തെ രക്ഷിക്കാൻ എനിക്കൊരു വഴി കാണിച്ചുതാ എന്റെ ഭഗവാനെ. ഇനി എത്ര നേരം എടുക്കും ഡോക്ടറെ? സലൈൻ കയറുന്നല്ലേ ഉള്ളൂ. ഇനി ഒരു 15 മിനിറ്റ്, അതോടെ എല്ലാം ക്ലീൻ ആവും. ഇങ്ങനത്തെ അവസ്ഥ ഒരു പെൺകുട്ടിക്കും ഉണ്ടാവരുത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? കുടുംബത്തിലെ എല്ലാവരെയും വിഴുങ്ങിയിട്ട് ഇങ്ങനൊരു കുഞ്ഞ് ജനിക്കാതിരിക്കുന്നത് തന്നെയാ നല്ലത്. എന്നാലും അങ്ങനെ ഒരു പഴി നമ്മുടെ തലയിൽ വീഴാതെ ഈ ഡോക്ടറുടെ രൂപത്തിൽ ദൈവം തന്നെ വഴി കാണിച്ചല്ലോ. ഡോക്ടർ ഒന്ന് എന്ന് വൈദേഹിയെ നോക്കിയിട്ട് വന്നേ. സലൈൻ ശരിക്കും കേറുന്നുണ്ടോന്ന് അറിയണ്ടേ? അത് കഴിയുന്നവരെ ഡോക്ടർ അവിടെ തന്നെ അവളുടെ കൂടെ ഇരിക്കും. ശരി ഓർമ്മളെ. ഭഗവാനെ, മഹാദേവ, നിലാവിന്റെ വെളിച്ചം തട്ടിയാലേ കുഞ്ഞിന് സംസാരിക്കാനാകൂ. നിലാവകത്തേക്ക് വരുന്നില്ലല്ലോ. അതിനോടൊക്കെ ഈ മരുന്ന് ശരീരത്തിൽ കയറി എന്തൊക്കെ സംഭവിക്കാവോ? രക്ഷിക്കണേ ഭഗവാനെ, രക്ഷിക്കണേ. കുഞ്ഞിനെ രക്ഷിക്കണേ ഭഗവാനെ. ഡോക്ടർ, 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 ഇതെവിടെയാ? അമ്മേ,
കുഞ്ഞാവേ, മോളെ പറ മോളെ, അമ്മയോട് കാര്യം പറ മോളെ. നിന്നെ കൊല്ലാൻ പോവാന്ന് പറ മോളെ. എന്നെ കൊല്ലാൻ പോവാ അമ്മേ. അതെ വൈദേഹി, കുഞ്ഞിനെ കൊന്നുകളയോ അവര്. കൊല്ലാൻ പോവാന്നോ? എന്താ നീ പറയുന്നേ? എന്നെ കൊല്ലാൻ പോവാ, രക്ഷിക്കമ്മേ. പറ മോളെ പറ, അമ്മയോട് കാര്യം തുറന്നു പറ. ആരെ മോളെ, എന്താ നിന്നെ ചെയ്യാൻ പോകുന്നേ? നിക്ക്, ഞാൻ ഡോക്ടറെ വിളിക്കാം. ഡോക്ടർ, ഡോക്ടർ. അയ്യോ, ആ കൊലപാതകി ഡോക്ടർ തന്നെ വൈദേഹി. ആ മെഡിസിൻ എടുത്ത് കള വൈദേഹി, കള. ഡോക്ടർ, ഡോക്ടർ. വൈദേഹി, നീ എന്തിനാ എഴുന്നേറ്റ് വന്നേ? സലീം കേറിക്കൊണ്ടിരിക്കല്ലേ? ഡോക്ടർ, എന്റെ കുഞ്ഞിനെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. എന്താ ഇവിടെ നടക്കുന്നേ? അങ്ങനെയൊന്നും ഇല്ല വൈദേഹി, നീ ചെന്ന് കിടക്കാൻ നോക്ക്. അയ്യോ അല്ല ഡോക്ടർ, എന്തോ സംഭവിക്കുന്നുണ്ട്. നോക്കിക്കേ, ഈ സലൈൻ പോലെ ഇതുവരെ എന്റെ ദേഹത്ത് കേറിയിട്ടില്ല. കേറാത്ത വിധം എന്തോ ചെയ്തു വെച്ചിരിക്ക. എന്റെ കുഞ്ഞിന് എന്തോ അപകടം പറ്റാൻ പോകുന്നു. സലൈൻ ട്യൂബ് വളഞ്ഞതായിരിക്കും വൈദേഹി, അത് നമുക്ക് ശരിയാക്കാം. ഞാനെന്നാ കുറച്ച് സ്പീഡ് കൂട്ടിത്തരാം. വൈദേഹി, വൈദേഹി, വൈദേഹി. ദേവാ, ദേവാ, മോനെ ദേവാ, വൈദേഹി, ദേവാ. ദേവാ, എന്ത് പറ്റി ദേവാ? ദേവാ നിക്കാൻ. നോ. ഡേവിഡ്, ഡേവിഡ് നിങ്ങൾ എത്തിയോ? നമ്മുടെ കുഞ്ഞിന് എന്തോ സംഭവിക്കാൻ പോവാ. കൊല്ലാൻ നോക്കുന്നെന്ന് അവള് പറഞ്ഞത്. അത് ശരിയാ വൈദേഹി. ഇത് കണ്ടോ, ഈ സലയില് നമ്മുടെ കുഞ്ഞിനെ കൊല്ലാനുള്ള വിഷമുണ്ട്. ദേവാ, തെറ്റെന്റെ തന്നെ വൈദേഹി, നീ എന്നോട് ക്ഷമിക്ക്. തെറ്റായ റിപ്പോർട്ട് കണ്ടതുകൊണ്ടാ ഞാൻ ഈ വലിയ തെറ്റിന് കൂട്ടുനിന്നേ. എന്നോട് നീ ക്ഷമിക്കണം. ഡോക്ടറെ, എന്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ, പിന്നെ നിങ്ങൾ ജീവനോടെ ഉണ്ടാവില്ല. എന്താ സംഭവം ദേവേട്ടാ? ഒരു മിനിറ്റ് നിൽക്കി വൈദേഹി. മര്യാദയ്ക്ക് പറ ഡോക്ടറെ, എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ലല്ലോ. ആ സലൈൻ കേറിയാലും എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല എന്ന് പറ ഡോക്ടറെ. പറയാനാ പറഞ്ഞേ. ദേവേട്ടാ, അത് സലൈൻ കേറിയിട്ടില്ല ദേവേട്ടാ. അത് പറയാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് വന്നത്. ദേവേട്ടൻ പേടിക്കൊന്നും വേണ്ട. ഇത് കുഞ്ഞിന്റെ ആരോഗ്യത്തിനുള്ള മരുന്നല്ലേ. സലൈൻ കേറിയില്ലെന്നോ? സത്യമായിട്ടും കേറിയിട്ടില്ല? ഇല്ല ദേവേട്ടാ, കേറിയിട്ടില്ല. എന്നാ മഹാദേവനെ നമ്മുടെ കുഞ്ഞിനെ രക്ഷിച്ചേ. സത്യത്തിൽ എന്താ പറ്റിയേ? ജീവൻ നൽകേണ്ട ഡോക്ടർ തന്നെ നമ്മുടെ കുഞ്ഞിന്റെ ജീവൻ എടുക്കാൻ വേണ്ടി കൂട്ടി നിന്നിരിക്കുക വൈദേഹി. അല്ലാന്ന് ഡോക്ടർക്ക് പറയാൻ പറ്റുമോ? ശരിയല്ലേ ഡോക്ടറെ? എന്താ ദേവ നിങ്ങളീ പറയുന്നേ? ഞാനെല്ലാം അറിഞ്ഞിട്ടാ വരുന്നേ. ഇനി നിന്ന് അഭിനയിക്കണ്ട. പറ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്തേ? ദേവ,
പറഞ്ഞില്ലേ കുഞ്ഞിന് വളർച്ചയില്ലെന്ന്. അത് വയറ്റിൽ കിടന്ന വൈദേഹിയുടെ ജീവന് തന്നെ അപകടം. കള്ളം പറയണ്ട. ഡോക്ടർ ഇനി പരിങ്ങേണ്ട കാര്യമൊന്നുമില്ല. എന്റെ കുഞ്ഞിന് വളർച്ചയില്ലാന്ന് നിങ്ങൾ പറഞ്ഞത് പച്ചക്കള്ളോ. നിങ്ങൾ എന്നെ കാണിച്ച സ്കാനിംഗ് റിപ്പോർട്ടും കള്ളോ. ദ ഒറിജിനൽ സ്കാനിംഗ് റിപ്പോർട്ട്. കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യമുണ്ടെന്ന് തെളിയിക്കുന്ന ഒറിജിനൽ റിപ്പോർട്ടാണ്. അങ്ങനെ ചോദിക്കു ദേവ, അവളെ വെറുതെ വിടരുത്. ഇതിന്റെ പുറകിൽ നിന്ന് കളിച്ചതാരാണെന്നും ചോദിക്കേ. ഡേവിഡിന് എന്തൊക്കെയാ പറയുന്നേ? തെറ്റായ റിപ്പോർട്ട് കാണിച്ച് നമ്മുടെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കായിരുന്നോ? ആരാ ദേവിട്ട? അത് ഈ ഡോക്ടറാ പറയണ്ടേ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്തേ? ആരാ ചെയ്യാൻ പറഞ്ഞേ? പറ ഡോക്ടറെ. ഇങ്ങനെ ചോദിച്ചാ പറയില്ല. പോലീസിൽ പിടിച്ചു കൊടുക്ക്, അപ്പൊ പറഞ്ഞോളൂ. ഒരു നിമിഷം ഞാനൊന്ന് വൈകിയിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടില്ലായിരുന്നോ? എന്നിട്ട് എന്റെ കൈകൊണ്ട് തന്നെ മരുന്നും വാങ്ങിപ്പിച്ച് എന്നെ കൊലപാതകയാക്കാൻ നോക്കായിരുന്നല്ലേ? നിങ്ങളെപ്പോലെയുള്ളവരൊന്നും ഈ ഡോക്ടർ സർവീസിന് ചേർന്നവരെയല്ല. അപ്പൊ നിങ്ങൾ പറയില്ല അല്ലേ? എന്നാ പിന്നെ ഞാനിപ്പോ തന്നെ പോലീസിനെ വിളിക്കാം. വേണ്ട ദേവ, ധൃതി വെക്കല്ലേ, ഞാൻ പറയാം. ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത് മറ്റാരുമല്ല, നിങ്ങളുടെ അമ്മ തന്നെയാ. അമ്മയോ? എന്റെ അമ്മയോ? നിങ്ങൾ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? അമ്മ എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യണം? ഈ ഡോക്ടർ പറയുന്നതെല്ലാം കള്ളോ. പഴിയെല്ലാം കൂടി അമ്മയുടെ തലയിൽ ചാരാൻ നോക്കുക. പഴിച്ചാരിയതല്ല, ഞാൻ പറഞ്ഞതൊക്കെ സത്യമോ. വേണമെങ്കിൽ അവരോട് തന്നെ ചോദിച്ചു നോക്കിക്കോ. സോറി കൗസല്യദേവി, എനിക്ക് വേറെ മാർഗമില്ല. എന്റെ ജോലി റിസ്കിലാവുന്ന കാര്യം ഇത്. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതൊരു 1.5 ചതിയായി പോയി അല്ലേ ഓർമ്മളെ? കൗസല്യേ, നീ എന്തിനെങ്ങനെ ചെയ്തേ? എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. എന്റെ വംശം നശിച്ചു പോകണമെന്ന് കൗസല്യ ആഗ്രഹിക്കുന്നുണ്ടോ? അമ്മേ, ഈ ഡോക്ടർ കള്ളം പറയുന്നതാണെന്ന് പറയാമേ. അത് കളവ് തന്നെ ദേവേട്ട. നമ്മുടെ കുഞ്ഞിനെ അമ്മ സ്വപ്നത്തിൽ പോലും കൊല്ലാൻ ശ്രമിക്കല്ലേ ദേവേട്ട. അങ്ങനെയല്ലേ അമ്മേ? അല്ല, ഡോക്ടർ പറഞ്ഞത് അക്ഷരം പ്രതി സത്യം. നിന്റെ വയറ്റിൽ കിടക്കുന്നതിനെ കൊന്നുകളയാൻ ഞാൻ തന്നെ പറഞ്ഞത്. അമ്മേ, അമ്മ എന്തിനാ എന്റെ കുഞ്ഞിനെ? എന്തിനായിരുന്നു അമ്മ ഇത്? എന്നോട് എന്തിനിങ്ങനെ ചെയ്തു? അതെന്തൊരു ചോദ്യം എന്റെ വൈദേഹി.
ഈ കുടുംബത്തെ രക്ഷിക്കാൻ കുടുംബനാഥയ്ക്ക് ഇങ്ങനെയൊരു തീരുമാനം എടുക്കേണ്ടി വന്നത് അവരുടെ കടമയും ഉത്തരവാദിത്വമാണ്. നിന്റെ വയറ്റിലെ കുഞ്ഞു വളരും തോറും ഞങ്ങളുടെ ആയുസ് കുറയുന്നു കരുതിയാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോഴാണ് അമ്മ ഒരു നല്ല തീരുമാനം എടുത്തത്. എന്നിട്ട് അമ്മയെ ചോദ്യം ചെയ്യുന്നു. നല്ല കാര്യമാണമ്മേ. ഡോക്ടർ സലൈൻ കേറിയില്ലെന്ന് പറഞ്ഞില്ലേ? ഒന്നുകൂടെ കൊണ്ടുകിടത്തി കേറ്റ്. ആ കുഞ്ഞ് ജീവിച്ചിരിക്കരുത്. ഒന്ന് നിർത്താടത്തി. മര്യാദയ്ക്ക് ഡോക്ടർ ഇവിടുന്ന് പോകുന്നുണ്ടോ? എന്താ അമ്മയ്ക്ക് പറ്റിയത്? ലോകത്തെ ഏതൊരമ്മയും സ്വന്തം മകനൊരു അച്ഛനാകുമ്പോ അവന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി കൊതിക്കുകയാണ് പതിവ്. അമ്മ എന്താ ഇങ്ങനെയായി പോയത്? അമ്മയുടെ മോന്റെ കുഞ്ഞല്ലേ? അതമ്മയ്ക്ക് ശത്രുവാണോ? അതെ ദേവ, ശത്രു തന്നെയാ. എന്റെ കുഞ്ഞിന്റെ ജീവൻ എടുക്കാൻ വന്ന പിശാച് ആ കുഞ്ഞിന്റെ കുഞ്ഞ് തന്നെയാണെങ്കിലും എനിക്ക് ശത്രു തന്നെയാടാ. ഇനിയും ജനിക്കാത്തൊരു കുഞ്ഞിന് വേണ്ടി നിങ്ങൾ ഇത്രയേറെ വേദനിക്കുന്നില്ലേ? എന്നാ ഞാൻ പ്രസവിച്ച് വളർത്തി വലുതാക്കി എന്റെ മോന്റെ ജീവന ഭീഷണിയാവുന്ന എന്റെ കുഞ്ഞിന് വേണ്ടി കിടന്ന് പെടയോ? ലോകത്തെ ഏതൊരമ്മയ്ക്ക് സ്വന്തം മോനാണ് ഏറ്റവും വലുത്. എനിക്കും അങ്ങനെ തന്നെയാടാ ദേവ. അമ്മ ഇങ്ങനെ ചിന്തിക്കുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്റെ കുഞ്ഞ് എന്റെ ജീവന് ഭീഷണിയാവുന്നു. വിവരമില്ലാതെ ആരും എന്തോ പറഞ്ഞെന്ന് കരുതി അമ്മ അത് വിശ്വസിച്ചല്ലോ. എന്റെ കൺമുമ്പിലല്ലേ എല്ലാം നടക്കുന്നത്. പിന്നെ വിശ്വസിക്കാതെ ഞാൻ എന്ത് ചെയ്യും? അന്ന് ആ കൈനോട്ടക്കാരി പറഞ്ഞിച്ചു പോയി, ജനിക്കാൻ പോകുന്ന കുഞ്ഞ് കാരണം നമ്മുടെ കുടുംബത്തിന്റെ വിളക്കണയാൻ പോകുന്നതെന്ന്. അന്ന് ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിലും ഇന്ന് നിങ്ങളുടെ അച്ഛൻ നമ്മളെ വിട്ട് എങ്ങോട്ടും പോവില്ലായിരുന്നടാ. പോട്ടെ, അവിടം കൊണ്ടെല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ അതൊരു അപകടമാണെന്ന് കരുതി എനിക്ക് സമാധാനിക്കായിരുന്നു. പക്ഷെ വീണ്ടും ആ കൈനോട്ടക്കാരി പറഞ്ഞ പോലെ അമ്പലത്തിൽ സംഭവിച്ചത് ഓർമ്മയില്ലേ നിനക്ക്? ആ കാള നിന്നെ അപകടപ്പെടുത്തിയിരുന്നെങ്കിലോ? ദൈവാനുഗ്രഹം കൊണ്ട് തലതാരിഴക്കി രക്ഷപ്പെട്ട് ഒടുവിൽ അത് എന്റെ ജീവൻ എടുക്കാനും വന്നില്ലേ കൗസല്യേ? ദേവന് മാത്രമല്ല, ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടെങ്കിൽ ഈ വീട്ടിലെ മറ്റാരുടെയും ജീവന് ഗ്യാരണ്ടി ഉണ്ടാവില്ല. ഒരു വട്ടം നടന്നാൽ അത് യാദൃശ്ചികമാണ്. വീണ്ടും അത് സംഭവിച്ച ശ്രദ്ധിക്കണം. പക്ഷെ വീണ്ടും വീണ്ടും അത് സംഭവിച്ചാൽ അത് അപകടമാണെന്ന് നമ്മൾ അറിയണം. നിന്റെ കുഞ്ഞൊരു വിഷവിത്താണെന്ന് എനിക്ക് അപ്പോഴാ മനസ്സിലായേ. കണ്ണിലൊരു കരട് വീണാലും കണ്ണ് വേദനിക്കുന്നു പറഞ്ഞ് എടുത്തു കളയാറില്ലേ? അപ്പോ ഗർഭത്തിൽ വീണ കരട് കുടുംബത്തെ മൊത്തം സങ്കടത്തിൽ അഴുത്തുമ്പോ എടുത്തു മാറ്റാതെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇല്ല അമ്മ, അമ്മയ്ക്ക് എവിടെയോ തെറ്റുപറ്റി. എന്റെ കുഞ്ഞ് വീടിന്റെ ശാപമല്ല, വരവ്. അമ്മയ്ക്കത് മനസ്സിലാവാഞ്ഞിട്ട.
നിനക്കാ വൈദേഹി ഒന്നും മനസ്സിലാവാത്തത്. നിന്റെ വയറ്റി കുരുത്ത വിത്ത് ഇനി എത്ര പേരുടെ ജീവൻ എടുക്കുമെന്നാണോ നീ കാണാനിരിക്കുന്നത്? അത് നിങ്ങൾ തന്നെ എടുത്തി. നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാ എന്റെ കുഞ്ഞിന്റെ മരണം കാണാൻ കാത്തിരിക്കുന്ന കൂട്ടം. ഇന്ദു, ഈ സത്യം ഇന്ദുവിനും അറിയായിരുന്നോ? എന്നിട്ട് ഇന്ദു പോലും ഒന്നും പറയാതിരുന്ന എന്തുകൊണ്ടാ? ഞാൻ എന്താന്നാ ദേവ പറയണ്ടേ? എന്റെ മക്കളെ എനിക്ക് നഷ്ടപ്പെട്ടു. നിന്നെയും കൂടെ നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ലായിരുന്നു. എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയത്? എപ്പോഴാ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇത്രയും ദുഷ്ടത ഉണ്ടായത്? ക്രൂരത ഇപ്പൊ ഞങ്ങളുടെ മനസ്സിലല്ല, നിങ്ങളുടെ മനസ്സിലാണ് ദേവ. ഞങ്ങൾ എല്ലാരും ഈ കുടുംബത്തിന്റെ നന്മയെ ആഗ്രഹിക്കുന്നു. പക്ഷെ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കുഞ്ഞിനെ പറ്റി മാത്രം ചിന്തിക്കുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് ഇപ്പൊ തന്നെ ഒത്തിരി ഡിസ്കസ് ചെയ്തു. ഇനി അതിന്റെ ആവശ്യമില്ല. ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്യണം, അല്ലെങ്കിൽ